നമ്മൾ ടിയർ ആണ് നോക്കുന്നത്. ദി ക്യാരക്ടറിസ്റ്റിക്സ് നമ്പേഴ്സ് ഓഫ് എ സിമെട്രിക് ബൂളിയൻ ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി ഡിറ്റർമൈൻഡ് ഇറ്റ്. ഇൻ അതർ വേർഡ്സ്, ഗിവൺ നമ്പേഴ്സ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r1 ലെസ് ദാൻ r2 ലെസ് ദാൻ എക്സെട്ര ലെസ് ദാൻ rk ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. There exists one and only one symmetric function of n boolean variables whose characteristic numbers are r1, r2, etc. rk. അതായത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് നമ്പർ ഓഫ് എ സിമെട്രിക് ബൂളിയൻ ഫംഗ്ഷൻ നമ്മൾ കംപ്ലീറ്റ്ലി ഡിറ്റർമൈൻ ചെയ്യാണ്. അതായത് ഒരു സിമെട്രിക് ബൂളിയൻ ഫംഗ്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അത് നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സ് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിന് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r1 ലെസ് ദാൻ r2 ലെസ് ദാൻ എക്സെട്ര rk ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണെങ്കിൽ ദർ എക്സിസ്റ്റ് വൺ ആൻഡ് ഓൺലി വൺ സിമെട്രിക് ഫംഗ്ഷൻ ഓഫ് n ബൂളിയൻ വേരിയബിൾസ്. n ബൂളിയൻ വേരിയബിൾസ് വെച്ചിട്ട് നമുക്ക് ഒറ്റ സിമെട്രിക് ഫംഗ്ഷൻ അതിൽ എഴുതാൻ പറ്റുള്ളൂ. ഹൂസ് ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ r1, r2, എക്സെട്ര rk ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാം. For an integer r 0 less than or equal to r less than or equal to n, let SR be the set of all NCR terms in the forms x1 raised to epsilon 1, x2 raised to epsilon 2, etc. xn raised to epsilon 1. ഇവിടെ കോമല്ല കേട്ടോ, ഇൻറ്റു ആണ്. കോമല്ല, ഇവിടെ ഡോട്ടാണ്. Where exactly r of n variable occur without primes and remaining n minus r variable with prime. അതായത് ഇതിൽ x1 raised to ആ ഒരു രൂപത്തിലാണ് നമ്മുടെ ആ ഒരു ഫോമിലാണ് നമ്മുടെ ആറ്റത്തിൻ്റെ ഇതുണ്ടാവുക. സോ എസ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഓൾ NCR ടേംസ് വരുന്നതാണ്. അതിൽ n വേരിയബിളിൽ r ടേംസ് എന്തായിരിക്കും? പ്രൈംസ് വിത്തൗട്ട് പ്രൈംസ്, അതായത് x1, x2, എക്സെട്ര xr. പിന്നെ n മൈനസ് r ടേംസ്, അതായത് xr മൈനസ് 1 ഡാഷ് xr plus 1 dash xr plus 2 dash etc. xn dash. r ടേംസ് പ്രൈം ഇല്ലാതെയും n മൈനസ് r ടേംസ് പ്രൈം ഉണ്ടായിട്ടുമാണ് നമ്മളുടെ എന്തുണ്ടാവുക? സെറ്റ് ഓഫ് ഓൾ NCR ടേംസിൽ ഉണ്ടാവുക. ഓക്കെ, എസ് ആർ എന്ന് പറഞ്ഞാൽ സെറ്റിൽ ഉണ്ടാവുക. Then let f be a symmetric Boolean function x1, x2, etc. xn with the characteristic r1, r2, etc. rk. Then we have f contains all terms in the set sr1, sr2, etc. srk and none of terms in sr for r not equal to r1, r2, etc. rk. ഇനി എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമെട്രി ബൂളിയൻ ഫംഗ്ഷൻ നമ്മൾ എടുക്കുകയാണ്. x1, x2, etc. xn ആണ് അതിൻ്റെ സിമെട്രി, അതിൻ്റെ വേരിയബിൾസ് വരുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പറഞ്ഞാൽ r1, r2, etc. rk ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ എഫിൽ എഫ് കണ്ടെയ്ൻസ് ഓൾ ടേംസ് ഇൻ ദി സെറ്റ് എസ് ആറിലെ എല്ലാ സെറ്റും നമുക്ക് എന്തിലുണ്ടാവും? ഈ എഫിൽ ഉണ്ടായിരിക്കും. അതായത് SR1 ഉണ്ടാവും, SR2 ഉണ്ടാവും, അങ്ങനെ XRK ഉണ്ടാവും. ഇനി SRലെ ടേംസ് അല്ല എന്ന് വിചാരിക്കുക. SRലെ ടേംസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? r നോട്ട് ഈക്വൽ ടു r1, r2, etc. rk ആയിരിക്കും. ഓക്കെ, SRലെ ടേംസ് ആണെങ്കിൽ SR1, SR2, etc. SRK ടേംസ് ഉണ്ടാവും. അതല്ല SRലെ ടേംസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. സോ നമുക്ക് എന്ത് പറയാം? r1നോടോ r2നോടോ ഒന്നും rkനോട് വരെ ഒന്നിനോടും ഈക്വൽ ആവില്ല. ഇതിനടുത്ത് therefore DNF of f must be sum of the terms in SR1, SR2, etc. SRK. അപ്പോൾ SRലെ എലമെൻറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ DNF ഡിസ്റ്റിങ്ക്റ്റീവ് നോർമൽ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഓഫ് ആറ്റംസ് ആണ്. സോ സം ഓഫ് ആറ്റംസ് പറഞ്ഞാൽ SR1ൻ്റെയും SR2ൻ്റെയും എക്സെട്ര SRKൻ്റെയും സം ആയിരിക്കും വരിക. സിൻസ് ടു ഡിസ്റ്റിങ് ഫംഗ്ഷൻ കനോട്ട് ഹാവ് സെയിം DNF. നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഡിസ്റ്റിങ് ഫംഗ്ഷൻ്റെ, അതിപ്പോൾ എഫ് ജി എന്ന് എടുക്കുകയെന്ന് വിചാരിക്കുക. ഈ എഫിൻ്റെ DNF തന്നെ ജിയുടെ DNFും, എഫിൻ്റെ DNFും ജിയുടെ DNFും ഒരിക്കലും ഈക്വൽ ആവില്ല. സോ നമ്മൾ പറഞ്ഞു DNF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഓഫ് ആറ്റംസ് ആണ്. അപ്പോൾ നമ്മൾ SRലെ എലമെൻറ്റ്സ് ആണ് എടുക്കുന്നത്. സോ SR1, SR2, എക്സെട്ര SRKൻ്റെ സം ആയിരിക്കും നമ്മളുടെ എഫിൻ്റെ DNF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്ത് പറഞ്ഞു സിൻസ് ടു ഡിസ്റ്റിങ് ഫംഗ്ഷൻ കനോട്ട് ഹാവ് എ സെയിം DNF. രണ്ട് ഡിസ്റ്റിങ് ഫംഗ്ഷൻ, അതായത് എഫ് ജി എന്നുള്ള രണ്ട് ഫംഗ്ഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. അതിൻ്റെ DNF ഒരിക്കലും എന്താവില്ല? സെയിം ആവില്ല. എഫ് ഈസ് യൂണിക്ലി ഡിറ്റർമൈൻഡ് ബൈ ദിസ് എക്സ്പ്രഷൻ. അതായത് എഫിൻ്റെ DNF എഫിന് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് ജിക്ക് ഉണ്ടാവില്ല. ദിസ് ഓൾസോ ഷോ ദാറ്റ് ഗിവൺ എനി സബ്സെറ്റ് സി ഓഫ് സെറ്റ് 0, 1, എക്സെട്ര n വി ക്യാൻ ഇനിയിപ്പോൾ നമ്മൾ ഷോ ചെയ്യാൻ പോകുന്നത് അതായത് ഈ എക്സ്പ്രഷൻ യൂണീക്കലി ഡിറ്റർമൈൻ ചെയ്യുക. ഒരു ഫംഗ്ഷനും DNF വെച്ചിട്ട് നമുക്ക് യൂണീക്കായിട്ട് ഡിറ്റർമൈൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ദിസ് ഓൾസോ ഷോ ദാറ്റ് ഗിവൺ എനി സബ്സെറ്റ് സി ഓഫ് സെറ്റ് 0, 1, എക്സെട്ര n വി ക്യാൻ കൺസ്ട്രക്ട് സിമെട്രി ഫംഗ്ഷൻ ഓഫ് n വേരിയബിൾ. അതായത് യൂണീക്കായിട്ട് ഡിറ്റർമൈൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിങ് എന്താ വെച്ചാൽ ഒരു സി എന്ന് പറഞ്ഞ സബ്സെറ്റ് എടുത്ത് 0, 1, എക്സെട്ര n എലമെൻ്റ് ഉള്ളത്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? n വേരിയബിൾ വെച്ചിട്ട് ഒരു സിമെട്രി ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കാമെന്നാണ് മീനിങ്. whose characteristic numbers are precisely the elements of C. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിയുടെ എലമെൻറ്റ്സ് തന്നെ ആയിരിക്കും. സിയിലുള്ള എലമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് തന്നെ ആയിരിക്കും വരിക, അല്ലാതെ വേറൊരു ഫംഗ്ഷൻ്റെ വരില്ല. ഫോർ ദിസ് ഫസ്റ്റ് വി ഫ്രം ദി S യൂണിയൻ
ഫ്രം ദി സെറ്റ് എസ് ഈക്വൽ ടു യൂണിയൻസ് ഐ എലമെൻറ്റ് ഓഫ് സി എസ് ഐ എന്ന് എഴുതാം. അതായത് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എസ് ആർ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എസ് ആർ എടുക്കുന്നില്ല, എസ് എന്ന് പറഞ്ഞ സെറ്റ് യൂണിയൻ ഐ എലമെൻറ്റ് ഓഫ് സി എസ് ഐ, വേറൊരു സബ്സെറ്റ് എടുത്തു, ആ സബ്സെറ്റിലെ എലമെൻസിൻ്റെ യൂണിയൻ ആയിരിക്കും ഈ എസ് എന്ന് പറയുന്നത്. ദെൻ ടേക്ക് സം ഓഫ് ടേംസ് ഇൻ എസ് വി ഗെറ്റ് എ സിമെട്രി ഫംഗ്ഷൻ ഹൂസ് ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് ആർ പ്രിസൈസ്ലി എലമെൻറ്റ്സ് ഓഫ് സി. അപ്പോൾ നമ്മൾ വേറൊരു സബ്സെറ്റ് എടുത്താലും അതല്ലെങ്കിൽ ആ ഒരു സെറ്റ് എടുത്താലും അതിൽ ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിയിലെ എലമെൻറ്റ്സ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ആ ഫംഗ്ഷൻ എടുക്കുന്നതിൻ്റെ ആ ഒരു എലമെൻറ്റ്സ് തന്നെ ആയിരിക്കും എന്തിൻ്റെ ആ എസ് എന്ന് പറഞ്ഞ സിമെട്രി ഫംഗ്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് ആയിട്ട് വരിക. ഓക്കെ, അടുത്ത തിയറം. ദി സെറ്റ് ഓഫ് ഓൾ സിമെട്രിക് ബൂളിയൻ ഫംഗ്ഷൻ ഓഫ് n ബൂളിയൻ വേരിയബിൾ x1 x2 etc. xn is a subalgebra of the boolean algebra of all boolean function of this variable as a boolean algebra. It is isomorphic to power set boolean algebra of 0 1 2 etc. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമുക്ക് സെറ്റ് ഓഫ് ഓൾ സിമെട്രിക് ബൂളിയൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, n ബൂളിയൻ വേരിയബിൾ ഉള്ളത്. അതൊരു സബ് ആൾജിബ്രയാണ്, ഒരു ബൂളിയൻ ആൾജിബ്രയുടെ സബ് ആൾജിബ്രയാണ് ഓഫ് ഓൾ ബൂളിയൻ ഫംഗ്ഷൻ ഓഫ് ദീസ് വേരിയബിൾ. അതായത് ബൂളിയൻ ഫംഗ്ഷൻസ് ഉള്ള ഒരു ബൂളിയൻ ആൾജിബ്രയുടെ സബ് ആൾജിബ്രയാണ് എന്ത്, സിമെട്രിക് ബൂളിയൻ ഫംഗ്ഷൻ എന്നാണ് നമുക്ക് ആദ്യം തെളിയിക്കേണ്ടത്. ആസ് എ ബൂളിയൻ ആൾജിബ്ര, ഒരു ബൂളിയൻ ആൾജിബ്ര ആണെങ്കിൽ അത് എന്തിനോട് ഐസോമോർഫിക് ആണെന്ന് തെളിയിക്കണം, പവർ സെറ്റ് ബൂളിയൻ ആൾജിബ്രനോട് ഐസോമോർഫിക് ആണെന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സബ് ആൾജിബ്ര ആണെന്നാണ് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്. സോ ലെറ്റ് എക്സ് ഡിനോട്ട് ദി സെറ്റ് ഓഫ് ഓൾ ബൂളിയൻ ഫംഗ്ഷൻ. സെറ്റ് ഓഫ് ഓൾ ബൂളിയൻ ഫംഗ്ഷൻ ആണ് എടുത്ത് ഓൺ x1 x2 etc. xn അണ്ടർ പോയിന്റ് വൈസ് ഓപ്പറേഷൻ x പ്ലസ് ഡോട്ട് ഡാഷ് ഈസ് എ ബൂളിയൻ ആൾജിബ്ര. ബൂളിയൻ ഫംഗ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, എക്സ് പ്ലസ് ഡോട്ട് ഡാഷിൽ അതൊരു ബൂളിയൻ ആൾജിബ്രയാണ്. ലെറ്റ് വൈ ബി ദി സെറ്റ് ഓഫ് ഓൾ സിമെട്രി ഫംഗ്ഷൻ. അതായത് ബൂളിയൻ ഫംഗ്ഷൻ ഒരു ബൂളിയൻ ആൾജിബ്രയാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ സിമെട്രി ഫംഗ്ഷൻ ഓൺ ബൂളിയൻ ഫംഗ്ഷനിൽ. ഓക്കെ, ഇനി നമ്മൾ y ഒരു സെറ്റ് ഓഫ് ഓൾ സിമെട്രി ഫംഗ്ഷൻ ഓൺ x1 x2 etc. xn ആണെങ്കിൽ വി ഷോ ദാറ്റ് y ഈസ് ക്ലോസ്ഡ് അണ്ടർ പ്ലസ് ഡോട്ട് ഡാഷ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മൾ എന്തെടുത്തു, രണ്ട് ഫംഗ്ഷൻസ് എടുത്തു, രണ്ട് സിമെട്രി ഫംഗ്ഷൻ എടുത്തു. ലെറ്റ് എഫ് കോമ ജി എലമെന്റ് ഓഫ് y ദെൻ എഫ് ജി ആർ സിമെട്രി ഫംഗ്ഷൻ. ഹെൻസ് ഈച്ച് ഈസ് അൺഅഫക്റ്റഡ് അണ്ടർ എനി ഇന്റർചേഞ്ച് ഓഫ് ടു വേരിയബിൾ. ഒബ്വിയസ്ലി സെയിം ഈസ് ട്രൂ ഫോർ എഫ് പ്ലസ് ഡി, ഹെൻസ് എഫ് പ്ലസ് ഡി സിമെട്രി. അതായത് എഫ് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമെട്രി ഫംഗ്ഷൻ ആണ്. ഇനി ഇത് y ഈസ് ക്ലോസ്ഡ് അണ്ടർ പ്ലസ് ഡോട്ട് ഡാഷിലാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പറഞ്ഞില്ലേ. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫും ജിയും എന്താണ്, സിമെട്രിക് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് ജി എന്തായിരിക്കണം, സിമെട്രിക് ആയിരിക്കണം. അതേപോലെ എഫ് ഡോട്ട് ജി എന്തായിരിക്കണം, സിമെട്രിക് ആയിരിക്കണം. അതേപോലെ എഫ് ഡാഷ് എന്തായിരിക്കണം, സിമെട്രിക് ആയിരിക്കണം. സോ നമുക്ക് എന്താ പറയാം, രണ്ട് വേരിയബിൾസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്താലും അതെന്തായിരിക്കും, സെയിം തന്നെ വരിക. സോ എഫ് പ്ലസ് ജി നമുക്ക് എന്ത് പറയാം, സിമെട്രിക് ഫംഗ്ഷൻ. സിമിലർലി വൈ ഈസ് ക്ലോസ്ഡ് അണ്ടർ ഡോട്ട്, അതേപോലെ തന്നെ നമുക്ക് വൈ ക്ലോസ്ഡ് അണ്ടർ ഡോട്ട് ആണെന്ന് പറയാം. സോ വി ഹാവ് എഫ് എലമെന്റ് ഓഫ് വൈ. ഇനി നമുക്ക് കോംപ്ലിമെന്റിന്റെ കാര്യമാണ്. എഫ് എലമെന്റ് ഓഫ് വൈ എടുത്തു, ദെൻ എഫ് പ്ലസ് എഫ് ഡാഷ് ഈക്വൽ ടു 1. 1 ഈസ് സിമെട്രിക്, 1 പറഞ്ഞാൽ സിമെട്രിക് ഫംഗ്ഷൻ ആണ്. ആൻഡ് എഫ് ഈസ് സിമെട്രിക്, എഫും സിമെട്രിക് ആണ്. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് പറയാം, എഫ് ഡാഷ് ഈസ് ഓൾസോ സിമെട്രിക്. ദാറ്റ് ഈസ് എഫ് ഡാഷ് എലമെന്റ് ഓഫ് y. Clearly 0 and 1 element of y, hence y is non-empty. 0യും 1ഉം ഇതിൽ എലമെന്റ് ആണ് y-യിൽ. hence നമുക്ക് പറയാം y is non-empty. hence y is a subalgebra. ഓക്കെ, അപ്പോൾ സബാൾജിബ്രയാണെന്ന് നമ്മൾ തെളിയിച്ചു. ഇനി അടുത്തത് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, ഐസോമോർഫിക് ടു എ പവർ സെറ്റ് ബൂളിയൻ ആൾജിബ്രയാണെന്ന് പ്രൂവ് ചെയ്യണം. സോ ലെറ്റ് t equal to 0 1 2 etc. and we have to show that y as a boolean algebra itself is isomorphic to power set boolean algebra p of t. p of t നോട് ഐസോമോർഫിക് ആണെന്ന്, അതായത് y പ്ലസ് ഡോട്ട് ഡാഷ് ഈസ് ഐസോമോർഫിക് ടു p of t യൂണിയൻ ഇന്റർസെക്ഷൻ ഡോട്ട്. ഫോർ ഈച്ച് എഫ് എലമെന്റ് ഓഫ് y ലെറ്റ് c of f ഡിനോട്ട് ദി ക്യാരക്ടറിസ്റ്റിക് നമ്പർ. നമ്മളിവിടെ ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഡിനോട്ട് ദി ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് ഓഫ് f ദ c of f എലമെന്റ് ഓഫ് t. c of f പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, t equal to 0 1 2 etc. n ആണ്. അത് തന്നെയായിരിക്കും എന്ത്, ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് വരുന്നത്. സോ c of f എലമെന്റ് ഓഫ് t. സോ ടിയിലുള്ള എലമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആ c of f എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിയിലുണ്ടെങ്കിൽ അതെന്തായാലും എന്തിലുണ്ടാവും, പവർ സെറ്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. തീറ്റ ഇസ് എ ഫംഗ്ഷൻ ഫ്രം y ടു p of t. വൈയിൽ നിന്ന് p of tയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് തീറ്റ ഓഫ് f ഈക്വൽ ടു c of f എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, ബൈ ദി എബവ് തിയറം തീറ്റ ഇസ് എ ബൈജെക്ഷൻ. മുന്നത്തെ തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, തീറ്റ ഒരു ബൈജെക്ഷൻ ആണെന്ന് പറയാം. അതായത് തീറ്റ ഓഫ് എഫ് ഈക്വൽ ടു c of f ബൈജെക്ഷൻ വെച്ചിട്ടാണ് 1 1 on 2 ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് ഈ പ്രൂഫിൽ ആവശ്യമില്ല എന്നാണ് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ പറഞ്ഞത് ആ ബൈജെക്ഷൻ്റെ നമ്മൾ ജസ്റ്റ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ബൈജെക്ഷൻ ആവശ്യമില്ല ഈ ഒരു സെക്ഷനിലെങ്കിലും തീറ്റ ഒരു ബൈജെക്ഷൻ ആണെന്ന് എങ്ങനെയാണെന്നാണ് ഇവിടെ അടുത്ത സ്ലൈഡിൽ കാണിക്കുന്നത്. ഇഫ് എ ബിലോങ്സ് ടു പി ഓഫ് ടി, എ എന്ന് പറഞ്ഞത് പി ഓഫ് ടിയിലെ എലമെൻ്റ് ആണെന്ന് എടുക്കുക. വി ക്യാൻ ഫൈൻഡ് എ സിമെട്രി ഫംഗ്ഷൻ. നമുക്കൊരു സിമെട്രി ഫംഗ്ഷൻ ആണ് കണ്ടെത്തേണ്ടത്. എഫ് ഇൻ എൻ വേരിയബിൾ സച്ച് ദാറ്റ് സി ഓഫ് എഫ് ഈക്വൽ ടു എ ഓർ തീറ്റ ഓഫ് എഫ് ഈക്വൽ ടു എ.
നമ്മൾ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമെട്രി ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സി ഓഫ് എഫ് എ ആണ്. അതേപോലെ എന്താണ് തീറ്റ ഓഫ് എഫും എന്തായിരിക്കും എ ആയിരിക്കും. ദെൻ ദെർഫോർ നമുക്ക് എന്ത് പറയാം, തീറ്റ ഈസ് ഓൺ ടു എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് തീറ്റ ഓഫ് എഫ് ഈക്വൽ ടു തീറ്റ ഓഫ് ജി. തീറ്റ ഓഫ് എഫ് ഈക്വൽ ടു തീറ്റ ഓഫ് ജി വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം, തീറ്റ ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ഓഫ് എഫ് ആണ്. സോ സി ഓഫ് എഫ് ഈക്വൽ ടു സി ഓഫ് ജി വിച്ച് ഇംപ്ലൈസ് എഫ് ഈക്വൽ ടു ജി. സിൻസ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഇസ് ഡിറ്റർമൈൻഡ് യൂണിക് ഫംഗ്ഷൻ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ യൂണിക് ഫംഗ്ഷൻ ആണെന്ന്. സോ നമുക്ക് എന്ത് പറയാം, എഫ് ഈക്വൽ ടു ജി ആണ്. അതായത് കഴിഞ്ഞ തീർത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ യൂണിക് ആണെന്ന്. ദെർഫോർ തീറ്റ ഈസ് 1 1. സോ തീറ്റ ഓൺ ടു ആണ്, 1 1 ആണ് കിട്ടി. സോ തീറ്റ ഈസ് എ ബൈജക്ഷൻ. ഇനി അടുത്ത നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, ഐസോമോർഫിക് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് തീറ്റ ഓഫ് എഫ് പ്ലസ് ജി ഈക്വൽ ടു തീറ്റ ഓഫ് എഫ് യൂണിയൻ തീറ്റ ഓഫ് ജി ആണ്. അതേപോലെ തീറ്റ ഓഫ് എഫ് ഡോട്ട് ജി ഈക്വൽ ടു തീറ്റ ഓഫ് എഫ് ഇൻ്റർസെക്ഷൻ തീറ്റ ഓഫ് ജി ആണ്. അതുപോലെ തീറ്റ ഓഫ് എഫ് ഡാഷ് ഈക്വൽ ടു തീറ്റ ഓഫ് എഫ് ഓൾ ഡാഷ് എന്ന് പ്രൂവ് ചെയ്യണം. അതിന് പകരം നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി, നമ്മൾ തീറ്റ ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് നമ്പറിൻ്റെ കേസിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് സി ഓഫ് എഫ് എന്ന് വെച്ചിട്ട്. സോ തീറ്റ ഓഫ് എഫ് പ്ലസ് ജി എന്നുള്ളതിന് നമ്മൾ സി ഓഫ് എഫ് പ്ലസ് ജി ഈക്വൽ ടു സി ഓഫ് എഫ് യൂണിയൻ സി ഓഫ് ജി ആണെന്നും, അതേപോലെ സി ഓഫ് എഫ് ഡോട്ട് ജി ഈക്വൽ ടു സി ഓഫ് എഫ് ഇൻ്റർസെക്ഷൻ സി ഓഫ് ജി ആണെന്നും, അതേപോലെ സി ഓഫ് എഫ് ഡാഷ് ഈക്വൽ ടു സി ഓഫ് എഫ് ഓൾ ഡാഷ്. സി ഓഫ് എഫ് ഓൾ ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീൽ എലമെൻറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അതിൽ നിന്ന് സി ഓഫ് എഫിന്, അതായത് ക്യാരക്ടറിസ്റ്റിക് നമ്പർ ഓഫ് എഫിനെ ഡിലീറ്റ് ചെയ്തതാണ് സി ഓഫ് എഫ് ഡാഷ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ ലെറ്റ് ആർ എലമെൻറ്റ് ഓഫ് സി ഓഫ് എഫ് പ്ലസ് ജി. എഫ് പ്ലസ് ജിയിലെ എലമെൻ്റ് ആണ്, അല്ല സി ഓഫ് എഫ് പ്ലസ് ജിയിലെ എലമെൻ്റ് ആണ് ആർ എന്ന് എടുക്കുകയാണ്. അതിൻ്റെ മീനിങ് എന്താ, എഫ് പ്ലസ് ജി ഓഫ് ഇ ആർ ഈക്വൽ ടു 1 എന്നാണ് മീനിങ്. ഓക്കെ, അതായത് ആർ എലമെൻറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് പ്ലസ് ജി ഓഫ് ഇ ആർ ഈക്വൽ ടു 1 ആണ്. അതായത് ബൈ ഡെഫിനിഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ. ദെൻ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് ഇ ആർ പ്ലസ് ജി ഓഫ് ഇ ആർ ഈക്വൽ ടു 1 which implies either f of ER equal to 1 or g of ER equal to 1. ഒന്നുകിൽ f of ER 1 ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും g of ER 1 ആയിരിക്കും. which implies either R element of C of f. ഇതിൻ്റെ മീനിങ് എന്താ, R ഒന്നുകിൽ C of f ഉണ്ടാവും അല്ലെങ്കിൽ C of g ഉണ്ടാവും. അത് പറഞ്ഞാൽ R element of C of f യൂണിയൻ C of g. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് C of f പ്ലസ് ജിയിൽ R എലമെൻറ്റ് ഉണ്ടെങ്കിൽ അത് C of f യൂണിയൻ C of ജിയിൽ ഉണ്ടാവുന്നു. സോ അതെന്താണ്, സബ്സെറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് സബ്സെറ്റ് കിട്ടി, നമുക്ക് തിരിച്ച് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെറ്റ് ആർ എലമെൻറ്റ് ഓഫ് സി ഓഫ് എഫ് യൂണിയൻ സി ഓഫ് ജി എന്ന് എടുത്തു. ദെൻ ആർ എലമെൻറ്റ് ഓഫ് സി ഓഫ് എഫ് ഓർ ആർ എലമെൻറ്റ് ഓഫ് സി ഓഫ് ജി വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് ഇ ആർ ഈക്വൽ ടു 1 ഓർ ജി ഓഫ് ഇ ആർ ഈക്വൽ ടു 1 വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് ഇ ആർ പ്ലസ് ജി ഓഫ് ഇ ആർ ഈക്വൽ ടു 1 വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് എഫ് പ്ലസ് ജി ഓഫ് ഇ ആർ ഈക്വൽ ടു 1. That implies R element of C of f plus g. Therefore, C of f union C of g is subset of C of f plus g. So, first and from 1 and 2 നമുക്ക് എന്ത് കിട്ടും, അത് ഈക്വൽ ആണെന്ന് കിട്ടി. ഓക്കെ, അടുത്ത അതേപോലെ പ്രൊഡക്റ്റിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റിൻ്റെയും ഇതേ സെയിം കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നോക്കാം. ആൻഡ് അടുത്തത് പറയുന്നത് നമ്മൾ കോംപ്ലിമെൻ്റ് ആണ്. ആർ എലമെൻറ്റ് ഓഫ് സി ഓഫ് എഫ് ഡാഷ് എന്നാണ് പറയുന്നത്. സോ ആർ എലമെൻറ്റ് ഓഫ് സി ഓഫ് എഫ് ഡാഷ് ആണ് വിച്ച് ഇംപ്ലൈസ് എഫ് ഡാഷ് ഓഫ് ഇ ആർ ഈക്വൽ ടു 1 എന്നാണ്. എഫ് ഡാഷ് ഓഫ് ഇ ആർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെങ്ങനെ എഴുതാം, എഫ് ഓഫ് ഇ ആർ ഓൾ ഡാഷ് ഈക്വൽ ടു 1 എന്ന് പറയാം. അതായത് അതിൻ്റെ മീനിങ് എഫ് ഓഫ് ഇ ആർ 1 അല്ല എന്നാണ്. അപ്പോൾ നമുക്ക് എന്താവാം, 0 ആവാം. ഓക്കെ, എഫ് ഓഫ് ഇ ആർ 0 ആവാം. എഫ് ഓഫ് ഇ ആർ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ഡസ് നോട്ട് എലമെൻറ്റ് ഓഫ് സി ഓഫ് എഫ് എന്നാണ്. സോ വിച്ച് ഇംപ്ലൈസ് ആർ എലമെൻറ്റ് ഓഫ് സി ഓഫ് എഫിൽ ആർ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെന്താ, ആർ എലമെൻറ്റ് ഓഫ് ടി മൈനസ് C of f. Therefore, C of f dash is subset of T minus C of f എന്ന് പറയാം. സോ ഇതിന് കോൺവേഴ്സിലായിട്ട് R element of T minus C of f which implies R does not element. അതായത് T minus C of f ലാണ് R ഉള്ളത്. സോ നമുക്ക് എന്ത് പറയാം, R does not element of C of f ആണെന്ന് പറയാം. സോ R C of എഫിൻ്റെ എലമെൻ്റ് അല്ലെങ്കിൽ എഫ് ഓഫ് ഇ ആർ 1 എന്താ 0 ആണ്. എഫ് ഓഫ് ഇ ആർ 0 ആണെങ്കിൽ എഫ് ഓഫ് ഇ ആർ ഓൾ ഡാഷ് ഈക്വൽ ടു 1 ആണ് വിച്ച് ഇംപ്ലൈസ് എഫ് ഡാഷ് ഓഫ് ഇ ആർ ഈക്വൽ ടു 1 വിച്ച് ഇംപ്ലൈസ് ആർ എലമെൻറ്റ് ഓഫ് സി ഓഫ് എഫ്. ദെൻ ഫ്രം 1 and 2 എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, സി ഓഫ് എഫ് ഡാഷ് ഈക്വൽ ടു ടി മൈനസ് സി ഓഫ് എഫ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഐസോമോർഫിക് ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ബൂളിയൻ ആൾജിബ്ര കഴിഞ്ഞിട്ടുണ്ട്.